പ്രീമിയർ ലീഗ് ടൈറ്റിൽ റേസിൽ ആഴ്സണലുമായി ഇഞ്ചോടിഞ്ചു പോരാടുന്ന സിറ്റി രണ്ടാം UCL കിരീടമാണ് ലക്ഷ്യമിടുന്നത്. കിലിയൻ എംബാപ്പയുടെ അതിവേഗ നീക്കങ്ങളെ എർലിംഗ് ഹാലൻഡിന്റെ ഫിനിഷിംഗ് പാടവത്തിലൂടെ മറികടക്കാമെന്നാണ് പെപ്പിന്റെ പ്രതീക്ഷ. മാർക്ക് ഗുയുടെ വരവോടെ പ്രതിരോധത്തിലെ പ്രശ്നങ്ങളും ഒരു പരിധിവരെ പരിഹരിക്കാനായി. അന്റോയിൻ സെമെന്യോ, ബെർണാഡോ സിൽവ സഖ്യത്തിനൊപ്പം റോഡ്രി കൂടി അവസരത്തിനൊത്തുയർന്നാൽ റയൽ കടമ്പ് ഈസിയായി കടക്കാൻ സിറ്റിക്കാകും. ന്യൂക്കാസിലിനെതിരെ ഇരട്ട ഗോൾ നേടിയ യുവതാരം നിക്കോ ഒറേലയുടെ തകർപ്പൻ ഫോമും സിറ്റിക്ക് പോസിറ്റീവാണ്. ബേണബ്യൂവിൽ അടിതെറ്റിയാലും രണ്ടാം പാദം സ്വന്തം തട്ടകമായ എത്തിഹാദ് സ്റ്റേഡിയത്തിലാണ് കളിക്കേണ്ടത് എന്നതും പെപ്പിനും സംഘത്തിനും അഡ്വാൻറ്റേജാണ്. പാരീസിലെ പവർ ഹൗസിനെ നേരിടാൻ ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. പ്രീ ക്വാർട്ടർ ഫിക്സ്ചർ പുറത്തു വന്നതിന് പിന്നാലെ ചെൽസി ഡയറക്ടർ ഓഫ് ഫുട്ബോൾ ഡേവിഡ് ബേണാർഡിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ചെൽസിയെ ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന് PSG പരിശീലകൻ ലൂയിസ് എൻറിക്കയും വ്യക്തമാക്കിയതോടെ കളിക്ക് മുമ്പ് തന്നെ ഫൈറ്റിംഗ് സ്പിരിറ്റിലേക്ക് ഇരു ടീമുകളും പ്രവേശിച്ചിട്ടുണ്ട്. ഫുട്ബോൾ പണ്ഡിറ്റുകളും പ്രഡിക്ഷൻ പോളുകളും ഒരേ സ്വരത്തിൽ PSG ക്ലബ് ലോകകപ്പ് സ്വന്തമാക്കുമെന്ന് പറഞ്ഞിട്ടും അന്ന് മൈതാനത്ത് കണ്ടത് ചെൽസിയുടെ താണ്ഡവമായിരുന്നു. അതൊരിക്കലും ഒരു വൺ ഗെയിം മിറാക്കിളല്ലെന്ന് തെളിയിക്കാൻ ചെൽസിക്ക് ലഭിച്ച സുവർണാവസരമാണ് UCL പ്രീ ക്വാർട്ടർ. എന്നാൽ അന്ന് ടീമിന്റെ പരിശീലക ചുമതലയുണ്ടായിരുന്ന എൻസോ മരസ്കയല്ല ഇന്ന് ബ്ലൂസിന്റെ അമരത്ത്. പുതിയ കോച്ച് ലിയാം റൊസേനിയറിന് കീഴിൽ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ് ഇപ്പോൾ ചെൽസി. അതേസമയം ചാമ്പ്യൻസ് ലീഗ് പ്രാഥമിക റൗണ്ടിൽ നേരിട്ട് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറാനായത് ചെൽസിക്ക് കോൺഫിഡൻസ് നൽകുന്നു. ബാഴ്സലോണ, നാപ്പോളി അടക്കമുള്ള ടീമുകളെ തകർത്താണ് ചെൽസിയുടെ വരവ്. മറുഭാഗത്ത് പ്ലേ ഓഫിൽ മൊണോക്കോയെ കഷ്ടിച്ചു മറികടന്നാണ് PSG വരുന്നത്. ആക്രമണം ഫുട്ബോൾ കളിക്കുമ്പോഴും മിഡ്ഫീൽഡും പ്രതിരോധവും തമ്മിലുള്ള പ്രശ്നങ്ങൾ എതിരാളികൾ എക്സ്പോസ് ചെയ്യുന്നതാണ് പോയ മത്സരങ്ങളിലെല്ലാം കണ്ടത്. നിർണായക മത്സരങ്ങളിൽ സെറ്റ് പീസിലടക്കം വരുത്തുന്ന അബദ്ധങ്ങളും കിരീടം നിലനിർത്താനൊരുങ്ങുന്ന PSG തിരിച്ചടിയാകുന്നു.